കുഞ്ഞപ്പനിപ്പോഴേ പകലത്തെ കളിയൊക്കെ കുറച്ച് വെച്ച് രാത്രി 1 മണി 2 മണി വരെയൊക്കെയാണ് കളി. അതുകൊണ്ട് തന്നെ എണീക്കാൻ കുറച്ച് താമസിച്ചു കേട്ടോ. എഴുന്നേറ്റ് വന്ന് ദാഹിച്ച് നിന്ന് എൻ്റെ സുന്ദരി പെണ്ണിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് പയ്യെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ അതാ ഇന്നലെ നല്ല മഴയായിരുന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ അതാ ചെറിയൊരു മൂടലൊക്കെ ഉണ്ട്. അപ്പോൾ ആ മഴയൊക്കെ ഒന്ന് മാറി കുറച്ച് വെയിലൊക്കെ തെളിഞ്ഞ് മാനമൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് പൂത്ത് നിൽക്കുന്ന അരളിച്ചെടിയാണ്. ഇത് മിക്ക വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാ നേരെ വന്ന് എന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ചു. കുഞ്ഞപ്പന് ഒരു ഏത്തക്ക പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റ് വരുന്നതേ വഴക്കുണ്ടാക്കും. വേറൊന്നും ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു ഗ്യാപ്പ് അവൻ തരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏത്തക്ക എളുപ്പ പരിപാടിക്ക് മേടിച്ച് വെച്ചിരിക്കണതാണ് കേട്ടോ. ചില സമയത്ത് ഞാനിത് അരച്ചു കൊടുക്കാറുണ്ട്, ചില സമയത്ത് അല്ലാതെ കൈക്ക് ഉടച്ചും കൊടുക്കും കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൂടുതൽ ഇഷ്ടം കൈക്ക് ഉടച്ച് കൊടുക്കുന്നതാണ്. ചെറിയ ചെറിയ ബോളാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞപ്പന് കഴിക്കാനൊക്കെ കൊടുത്തു. എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി ഇനി നമുക്കുള്ള ഫുഡിങ്ങിൻ്റെ പരിപാടി നോക്കാം. ഇന്നലെ ഞാൻ പാലപ്പത്തിന് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അരച്ചിട്ട് റൈസ് കുക്കറിലാണ് വെക്കാറ്. കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മാവ് എന്തോ കാരണം കൊണ്ട് പുളിക്കില്ല കേട്ടോ. അപ്പോൾ റൈസ് കുക്കറിൽ വെച്ച് നമ്മൾ മാവൊക്കെ പുളിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനൊപ്പം കുറച്ച് പഞ്ചസാരയുടെ കുറവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. കാരണം ആ സമയത്തിന് വേറെ കുറച്ച് പരിപാടീസ് ഉണ്ട്. നമുക്ക് പാലപ്പം വിത്ത് കടലക്കറിയാണേ. അപ്പോൾ മാവ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി. ഇനി നമുക്ക് കടലയൊന്ന് അടുപ്പത്ത് കയറ്റാനുള്ള പരിപാടീസ് നോക്കാം. ഏറ്റവും ലാസ്റ്റ് നമുക്ക് അപ്പം ചുടാവേ. കടല റെഡി ആയിട്ടാകുമ്പോൾ ചൂടപ്പവും കറിയും കൂടെ കഴിക്കാമല്ലോ ലാസ്റ്റ് ചുടുകയാണെങ്കിൽ. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. കുക്കറിൻ്റെ വിസിൽ ഞാൻ ഊരുന്നുണ്ടേ. കാരണം എന്താണെന്നല്ലേ, എൻ്റെ കുക്കറിന് എന്തോ എവിടെ ഒരു പിരി ലൂസാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിൽ കൂടിയിട്ട് കാറ്റ് പോകും കേട്ടോ. വാഷർ ശരിയല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിസിൽ ഊരി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ, അതുകൂടെ കുറച്ച് കാറ്റ് പുറത്ത് വന്നതിന് ശേഷം മാത്രമേ ഞാൻ വിസിൽ തിരിച്ച് വെക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടോണേ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ സൈഡിൽ വഴി കാറ്റ് പോണത്, ആ വാഷർ ഇടുന്ന വഴി. ഇനി ഇവനിട്ട് 2 അടിയൊക്കെ വെച്ച് കൊടുത്താൽ മാത്രമേ ഇവൻ ആ കാറ്റുകളയിൽ നിർത്തുള്ളൂ കേട്ടോ. അപ്പം പുറത്ത് 2 അടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പം കണ്ടോ, ഇപ്പം ഞാൻ കാണിച്ചു തരാവേ, ആ ഹോളിൽ കൂടെ കാറ്റ് വരുന്നുണ്ടോ. ഇനി വേണം ആ വിസിൽ വെച്ച് കൊടുക്കാൻ. ഒരു പ്രത്യേകതരം ജീവിതമാണ് കേട്ടോ. എന്നെങ്കിലും പൊട്ടിത്തെറിച്ച് എൻ്റെ തലമണ്ടയ്ക്ക് ഇരിക്കുമെന്നൊന്നും അറിയില്ല. അയ്യോ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എത്ര പേര് സന്തോഷിക്കുമെന്നറിയോ. എന്തായാലും അത് ഉണ്ടാവാണ്ട് ഞാൻ സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ കടലയൊക്കെ ഞാൻ അടുപ്പത്ത് കയറ്റി. ഇനി നമുക്ക് ആ ഗ്യാപ്പിലൂടെ ചോറും കൂടെ വയ്ക്കാം. കാരണം അതും കൂടെ ആക്കി കഴിഞ്ഞാൽ എൻ്റെ അത്യാവശ്യം കലാപരിപാടീസൊക്കെ രാവിലെ തന്നെ കഴിയും. ഇന്നലെ നൈറ്റിൽ ഞാൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഉച്ചക്കത്തേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണ്ട. മീൻ വന്നാൽ വാങ്ങിക്കണം, ഇല്ലെങ്കിൽ വേറെ പരിപാടീസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ നിപ്പ് നിൽക്കണത് എന്തിനാണെന്നല്ലേ, വിസിൽ വരുമ്പോൾ ഞെക്കിട്ടാത്താൻ നിൽക്കണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇത് സാധാരണ ചെയ്യുമ്പോൾ അമ്മ എന്നെ എന്നും അപ്പുറത്ത് നിന്ന് വഴക്ക് പറയാറുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ വിസിലടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറിനുള്ള വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അരിയിടാം. കാച്ചുവിന് അപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു 2 അപ്പം വേഗം നാക്കി കൊടുക്കാം. കാരണം കാച്ചുവിന് കടലക്കറി ഒന്നും ഇഷ്ടമല്ല കേട്ടോ. കൂടുതലും അപ്പത്തിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാര കൂട്ടി മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ കാച്ചുവിനുള്ള അപ്പമൊക്കെ നമുക്ക് ആക്കാൻ വയ്ക്കാം. ആദ്യത്തെ അപ്പം ഞാൻ എപ്പോഴും ടേസ്റ്റ് ചെയ്യാറുണ്ട്. ആദ്യത്തെ അപ്പം മാത്രമല്ല, എന്തുണ്ടാക്കിയാലും ആദ്യത്തെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കും. കാരണം ഉപ്പും മധുരവും പുളിയൊക്കെ ഉണ്ടോ എന്നറിയണ്ടേ. അപ്പോൾ നമ്മുടെ ചൂട് അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിച്ചു നോക്കിയിട്ട് കുറ്റം പറയത്തക്ക വിധത്തിന് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ സംഭവം ഓക്കെ ആയെന്ന് മനസ്സിലായപ്പോൾ കാച്ചുവിനുള്ള അടുത്ത 2 വേഗം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണിനി. അപ്പോൾ
അച്ചുവിനെയും കുഞ്ഞിനെയും ഒരു സൈഡിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കറിയും റെഡിയാക്കി നമുക്ക് ചോറും തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് കാണാവേ. Wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be, we're gonna be two hearts running wild. Moonlight, summer sky, it was the best we ever had. And we'll stay young forever, we'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be, we're gonna be two hearts running wild. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള അപ്പവും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് തിളപ്പിച്ചിറക്കി റൈസ് കുക്കറിലും വെച്ചു. അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ കുക്ക് ചെയ്ത് കഴിഞ്ഞുള്ള ഈ പാത്രം കഴുകലുണ്ടല്ലോ, അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ല ഇത്. നമ്മുടെ പാത്രം കഴുകലും പരിപാടീസും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ലാവെല്ലാം തുടച്ച് വൃത്തിയാക്കി നമ്മുടെ കിച്ചണിലെ പരിപാടീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.